നമുക്ക് വീണ്ടും രാഗിനിലേക്ക് പോകാം. രാഗിനും കണ്ണൻ നായരും അവിടെ DCC ഓഫീസിലുണ്ട്. രാഗിൻ, സമയം 4:30. അല്പ മിനിറ്റുകൾക്കകം തന്നെ ഒരുപക്ഷെ മൃതദേഹം അവിടെ നിന്ന് എടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു. പക്ഷേ ആളുകളുടെ തിരക്ക് ഒട്ടും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആരൊക്കെയാണ്, ഏതൊക്കെ മന്ത്രിമാരാണ് അവിടെ ഉള്ളത് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ? ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണോ, അതോ നിശ്ചിതമായി ഒരു അകലത്തിലുള്ള ആളുകൾക്ക് മാത്രം ഇനി കാണാനുള്ള ഒരു സൗകര്യമെന്ന് തീരുമാനിക്കേണ്ടി വരുമോ? ദിവിഷേ, സമയക്രമമൊക്കെ ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിലും പ്രവർത്തകരടക്കം ഇപ്പോഴും കാണാനുണ്ട് VS-നെ. അതുകൊണ്ട് തന്നെ അവരെ കൂടി കാണിച്ച ശേഷം മൃതദേഹം ഇവിടെ നിന്ന് എടുക്കാം എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രിമാരുൾപ്പെടെയുള്ളവരുണ്ട്. സജി ചെറിയാൻ, അതോടൊപ്പം തന്നെ MP രാജേഷ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. വലിയ ജനസഞ്ചയമാണ് ഈ പാർട്ടി ഓഫീസുകളിലേക്കടക്കം ഒഴുകിയെത്തിയത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവർക്കും കാണേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി ഒരുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത്തരം നീക്കങ്ങളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പാർട്ടി ഏകോപിപ്പിച്ച് ചെയ്യുന്നത്. കാരണം നേരത്തെ 3 മണിക്കായിരുന്നു, ഓർക്കണം, 3 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചത്. പക്ഷേ അതൊക്കെ ഇപ്പം മാറിയിരിക്കുന്നു. ഇനി ഒരു 8 മണിക്ക് ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകൂ എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. കാരണം ഇനി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകണം. അവിടെ വലിയ തോതിലുള്ള പൊതുദർശന ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞതാണ് കാര്യങ്ങൾ. കാരണം ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി VS-നെ കാണാൻ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേരളം ഒന്നാകെ ഒഴുകിയെത്തി VS-നെ കാണാൻ. അത്രത്തോളം ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു നേതാവായിരുന്നു VS എന്ന് ഈ ജനസഞ്ചയം തന്നെ ദൃഷ്ടാന്തമായി നമുക്ക് പറയാൻ കഴിയും. അത് തിരുവനന്തപുരത്ത് നിന്ന് ഈ വിലാപയാത്ര പുറപ്പെട്ടത് മുതൽ ഈ ഘട്ടത്തിൽ എത്തുന്ന ഘട്ടത്തിൽ വരെ അത്തരം കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത്. ഈ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ VS ഹൃദയത്തിൽ ചേർത്ത് വെച്ചൊരു ഓഫീസാണ് CPIM-ന്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസ്. കാരണം VS അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ വാങ്ങിയ ഭൂമിയാണിത്. ആ ഭൂമിയിലാണ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉയരുന്നത്. അതിന്റെ മേൽനോട്ട ചുമതലയും VS-ന് ഉണ്ടായിരുന്നു. അങ്ങനെ 2003-ലായിരുന്നു അത് നടക്കുന്നത്. അങ്ങനെ ഒരു നിർണായക ഘട്ടം ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് VS-നുണ്ട്. അതോടൊപ്പം തന്നെ VS-ന്റെ രാഷ്ട്രീയ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് V കൃഷ്ണപിള്ളയാണ്. കൃഷ്ണപിള്ള സ്മാരക മന്ദിരം കൂടിയാണ് ഈ ഓഫീസ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പിന്നെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ VS-ന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട തട്ടകമായിരുന്നു ആലപ്പുഴ, പുന്നപ്ര, അമ്പലപ്പുഴയൊക്കെ തന്നെ. രാഷ്ട്രീയ ജീവിതത്തിൽ, പ്രത്യേകിച്ചും പാർലമെന്ററി ജീവിതത്തിൽ 4 തവണയാണ് അമ്പലപ്പുഴയിൽ VS മത്സരിച്ചത്. അതിനുശേഷം മാരാരിക്കുളത്തേക്ക് പോയി. 2001 മുതലാണ് പ്രത്യേകിച്ചും ഈ മലമ്പുഴയിലേക്ക് VS മാറുന്നത്. എന്തായാലും അത്തരത്തിൽ ഈ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു തുടങ്ങിയ ആ ഒരു പ്രവർത്തനം, അത് CPIM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതൃനിരയിലേക്കാണ് VS-നെ വളർത്തിയത്. P കൃഷ്ണപിള്ളയാണ് VS-ലെ ഒരു കമ്മ്യൂണിസ്റ്റിനെ തിരിച്ചറിയുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ ചരിത്രം. നമ്മളിവിടെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ജനങ്ങൾ ഒന്നടങ്കം അവരുടെ പ്രിയ നേതാവിന് വേണ്ടി കണ്ണേ കരളെ VS എന്ന ആ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ തടിച്ചുകൂടുന്ന കാഴ്ചയാണ്. പലരും ഹൃദയം പൊട്ടി തൊണ്ടയിടറി ആണ് ആ മുദ്രാവാക്യം വിളിക്കുന്നത്. അതോടൊപ്പം ചിലർ പൊട്ടിക്കരയുന്നുണ്ട്, ചിലർ കരച്ചിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ പറഞ്ഞ സമയം എല്ലാം തെറ്റിയിരിക്കുന്നു. ഇപ്പോൾ കുറച്ചു മുമ്പ് 5 മണിയോടുകൂടി ഗ്രൗണ്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ അതും കുറച്ചുകൂടി വൈകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്.